ഇവളെ കണ്ണു നിനക്ക് റോസ് ലവ് യു ഹാപ്പി മാരേജ്. അപ്പം നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാൻ വൈഫിനോട് ആൽഫിനോട് എന്താ പറയുക, ഞാൻ ജസ്റ്റ് പുറത്ത് പോകാന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതാണ് ഞാൻ ഇത്ര ഗെറ്റപ്പിലൊക്കെ ഇറങ്ങി പോകുന്നത്. ഇന്ന് അവൾക്കൊരു പ്രാങ്ക് കൊടുക്കണം ഗൈസ്. പ്രാങ്ക് കൊടുക്കണ്ടേ, ആൽഫിക്ക് പ്രാങ്ക് കൊടുക്കണ്ടേ ആന്ന് പറഞ്ഞ കണ്ട. ഒരുപാട് ആൾക്കാർ താഴത്ത് കമന്റ് ചെയ്യുന്നുണ്ട് എന്റെ ഹെയർ കട്ടിന് റിവെഞ്ച് കൊടുക്കുക, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്റെ ലൈഫ് ഡിപ്പെൻഡ്, എന്റെ ദാമ്പത്തിക ജീവിതം തകരാതെ നോക്കണം ഗൈസ്. ഓക്കെ, അതുകൊണ്ട് കുറച്ച് നൈസായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രാങ്ക് കൊടുക്കാൻ കഴിയുള്ളൂ. കുഞ്ഞിന് കൊടുക്കുന്ന ഒരു എക്സ്ട്രീം കൊടുത്തു കഴിഞ്ഞാൽ അവൾ എന്നെ പഞ്ഞിക്കിടും. സോ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാം പ്രാങ്ക് കൊടുക്കാനുള്ള. ഗൈസ്, നമ്മൾ ഫ്ലവർ വാങ്ങാനാണ് പോകുന്നത്. ഫ്ലവർ റോസ് അല്ല, റെഡ് കളർ റോസ് വാങ്ങാനാണ് പോകുന്നത്. ആൽഫിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തിലൂടെ മാത്രമേ അവളെ പ്രാങ്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അത് വാങ്ങിക്കേണ്ട പറഞ്ഞത് എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണെന്ന്. സോ നമ്മൾ ഇതാക്കണം നമ്മുടെ ലൊക്കേഷനിലെത്തി. ഓക്കെ, നമ്മളിപ്പോ കാർ അവിടെ വെച്ച് നേരെ ഇങ്ങോട്ട് പോയി റൈറ്റിലേക്കാട്ടോ നമ്മളെ ഫ്ലവർ ഷോപ്പ്. ഈ പരിപാടി പാളി പോവാൻ ഞാൻ മതിയായിരുന്നു ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മളെപ്പോഴും പല പരിപാടിക്കും ഫ്ലവേഴ്സ് വാങ്ങുന്നത്. 20 റോസസ് വാങ്ങുന്നുണ്ട്. സിംഗിൾ ആയിട്ടാണ് വാങ്ങുന്നത്. എന്നിട്ട് ഞാൻ കാറിലെത്തിട്ട് പറഞ്ഞ എങ്ങനെയാണ് ഇതിലൂടെ അവൾക്ക് പ്രാങ്ക് കൊടുക്കുന്നത്. ആ ചേട്ടൻ എന്താക്കണ റോസസ് ഒക്കെ എടുത്തൊക്കെ ഉണ്ട്. 20 സിംഗിൾ റോസാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് പല കളറും എടുക്കാൻ പറ്റില്ല, നമുക്ക് റെഡ് കളർ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അവൾക്ക് റോസ് ഭയങ്കര ഇഷ്ടമാണ്, അതിൽ തന്നെയാണ് നമ്മൾ പണിയുന്നത് ഗൈസ്. ഇത് മിക്കവാറും ഒരു തല്ലിൽ അവസാനിക്കാനുള്ള എല്ലാ സാധനവും കാണാം. നമ്മളുടെ റോസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാറിലേക്ക് പോവാം ഗൈസ്. അവള് വിളിയോട് വിളി, എങ്ങോട്ടാ പോയത് വെച്ചിട്ട് ദേ വിളിക്കുന്നു. എന്റെ അളിയ സീൻ. നമുക്ക് എന്തായാലും എടുത്തു നോക്കാം. ഹലോ, വാട്സപ്പാ സംഭവം. അവള് വാട്സപ്പിൽ എന്തോ ഒരു വീഡിയോ അയച്ചു കേട്ടോ. എന്റെ വീഡിയോ ആണല്ലോ. എന്താണ് സംഭവം? കാണണ്ട, അവളത് ഇൻസ്റ്റയിൽ ഇടുന്ന പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തണം. എന്റെ ഒരു ഊള ഡാൻസ് ഉണ്ട് കൈസയില്. അവൾക്കറിയില്ലല്ലോ ഇതിലും വലിയ ദുരന്തമാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ നമുക്ക് ഇനി പ്ലാനിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഈ മെയിൻ റോഡൊന്ന് മാറി നിൽക്കാം. നമ്മളെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും റോഡ് കയറി, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഹായ് മമ്മി. ഹേയ് ബേബി. മമ്മി ഞാൻ പോരട്ടോ. അപ്പം അവരവിടെ എന്തോ സ്വിഗ്ഗിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ബിസിനസ് ടോക്സ് ആണ്. ഞാൻ ഐസിലോട്ട് കയറിപ്പോന്ന്. ഫ്ലവർ കാറിലാണ്, അത് അവൾ കാണാണ്ട് എടുക്കണം. അതാണ് ഇമ്മനെതിരെ തൊടിയിക്കരുത്. എന്തെങ്കിലും ആക്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ അവൾക്ക് പിടികിട്ടും. അപ്പം ഞാനിങ്ങനെ പ്ലാന് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സംഭവം എന്താ വെച്ചാൽ, ആ ഫ്ലവറില്ലേ നമ്മളൊരു ചെറിയ ബോട്ടിലെടുക്കും. എന്നിട്ട് ആ ബോട്ടിൽ ഞാൻ പറഞ്ഞത് സിമ്പിൾ സാധനമാണ്, പക്ഷേ ഇത് ഭയങ്കര എഫക്റ്റീവായിരിക്കും. നല്ല രീതിയിൽ അവൾക്ക് കൊള്ളും. കാരണം അങ്ങനെയൊക്കെ അവൾക്ക് ഈ റൊമാൻറ്റിക്കിൻ്റെ ഇടയിൽ കൂടെ പ്രാങ്ക് ചെയ്ത് അവൾക്ക് കൊള്ളും. അപ്പോൾ നമ്മൾ ചെറിയ ബോട്ടിൽ വെള്ളം ഫില്ല് ചെയ്യുക. ആ ബോട്ടിലിൻ്റെ മുകൾ വശം ചെറിയൊരു ഹോളാക്കുക. അപ്പോൾ ബോട്ടിലിങ്ങനെ അമർത്തുമ്പോൾ വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് ഫുൾ ചീറ്റണം. പക്ഷെ ആ ബോട്ടിൽ ഫുള്ള് നമ്മൾ റോസ് വെച്ച് കവർ ചെയ്യും. ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു ചേച്ചി. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോവാണ്. ക്യാമറ പോയി തരുമോ? ഇപ്പം തന്നെ എന്നെ പൊക്കിയതിനെ കഴിച്ചാൽ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനോന്ന് ഞാൻ അൺലോക്ക് ആയതുള്ളൂ. കോപ്പ് പെട്ടെന്ന് കയറി വന്ന്. ഇനി സംസാരം വേണ്ട, സാധനം എടുക്കുക, പ്രിപ്പയർ ചെയ്യുക, ഫയർ ചെയ്യുക. ലെറ്റ്സ് ഗോ. നമുക്ക് മൊബൈൽ സാധനം എടുക്കാം. അവള് കാണാണ്ട് വേണം കൊണ്ടുപോകാൻ. നമ്മളപ്പം സക്സസ്ഫുള്ളി സാധനം അവിടെ എത്തിച്ച്. ഇനി ഇതാക്കണ ഞാൻ ബോട്ടിലെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ബോട്ടിലാകുമ്പോൾ ഇത് നമ്മളെ സ്പെഷ്യൽ ഗ്രേപ്പ് ജ്യൂസ് ആട്ടോ. സ്വിഗ്ഗിയിൽ നമ്മൾ സെല് ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ. ഇത് ഫ്ലവറാണെന്ന് വിചാരിക്കുക. ഫ്ലവറിനെ കൊടുക്കുന്നു. റെഡി 1 2 3. ഓ അടിപൊളി സാധനം. പിന്നെ ഒരു അവസരം കിട്ടിയപ്പം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി സ്വിഗ്ഗിയിൽ നമ്മളുടെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് കൊച്ചിയിലുള്ളവരാണെങ്കിൽ സ്വിഗ്ഗി എടുക്കുക, ഗ്രേപ്പ് ജ്യൂസ് ഓർഡർ ചെയ്യുക, കുടിക്കുക. ഈ ചൂട് കാലത്ത് ബെസ്റ്റാണ്. നമുക്കിപ്പോൾ ഈ ആക്ര സാധനങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി നിർത്താം. കൊണ്ടല്ലോ. യെസ്, കുടിക്കുക. സക്സസ് ആയാൽ മതിയായിരുന്നു യെസ്. എൻ്റെ പേടി എന്താ പറയുക, അവൾ എങ്ങനെ പിണങ്ങിപ്പോയാൽ റിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ എന്തായാലും ലൈക്ക് അടിക്കട്ടെ. കാരണം ഞാൻ ഇന്നവരെ അവളങ്ങനെ പറ്റിച്ചിട്ടില്ല. എനിക്കൊരു ബാഡ് അടിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ റോസ് കൊടുക്കുമ്പോൾ അവൾ ഭയങ്കര, ഇനി ഞാൻ ലൈഫിൽ ഇനി വേറൊരു ദിവസം റോസ് കൊടുക്കുമ്പോൾ അവൾ എപ്പോഴും ചിലപ്പോൾ ഓർമ്മിക്കാൻ മതിയാവും.
അതൊരു ടാസ്ക്കാണ്, പക്ഷെ റിസ്ക് എടുത്തിട്ടാണ് ചെയ്യണത്. സോ ലൈക്ക് പ്ലീസ്. ഓ മൈ ഗോഡ്, 30 റോസ് ഉണ്ട്. ഞാൻ 20 റോസ് അങ്ങനെ പോയത്, പക്ഷെ അത് 30 റോസ് ഉണ്ട് ഗൈസ്. 30 റോസ് വെച്ചിട്ടുള്ളൊരു പണിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഓരോ റോസും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കുക. കുപ്പി കാണാത്ത രീതി എടുക്കുക. എന്നാൽ നമുക്ക് കുപ്പീൻ്റെ ഓട്ട കറക്റ്റായിട്ട് ഫേസിലേക്ക് പോയിൻ്റ് ചെയ്ത് നിർത്തും വേണം, അല്ലെങ്കിൽ ഈ പൂമ തട്ടിയിട്ട് ഫേസിലേക്ക് പോകില്ല. ഓക്കെ, രണ്ടാമത്തതും നമ്മളിങ്ങനെ ഒട്ടിച്ചിരിക്കുന്നു. ചെറിയൊരു ലാസ്റ്റ് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇതാക്കണ ഏകദേശം ഇത്ര ആക്കിയിട്ടുണ്ട്. കണ്ട ബോട്ടിലിൻ്റെ അത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണണം. അങ്ങനെ അപ്പോൾ അത് കുറച്ചാക്കി നമ്മൾ എല്ലാ ഫ്ലവേഴ്സും എടുത്തില്ല കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ അവൾക്ക് കൊടുത്തൊരു ഗിഫ്റ്റായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഔട്ടർ ലൈൻ നമുക്ക് മതിയൊന്നുമില്ല, എന്നിട്ട് അതേമാതിരി വെക്കണം. കാരണം ഈ റോസ് ഞാൻ തായ്ലൻഡിൽ നിന്ന് വാങ്ങിക്കൊടുത്തതാണ്. ഇത് 1 വർഷം വരെ ഇങ്ങനെ നിൽക്കും. സെറ്റപ്പ് സാധനം. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ലൈൻ നല്ലത് അങ്ങോട്ട് എടുത്തിട്ടാണ്. കണ്ടില്ലേ, നല്ല ഡ്രസ്സിൽ കാണാൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി അത് കവർ ചെയ്യില്ലെങ്കിൽ കയ്യൊക്കെ വേദന. കുപ്പി നമ്മൾ ഓൾറെഡി ഓപ്പണാക്കി വെച്ചുകൊണ്ട്, ഓട്ടാക്കി വെച്ചുകൊണ്ട് ഇതിങ്ങനെ ചിരിച്ച് വെക്കാൻ കഴിയില്ല, ഇങ്ങനെ തന്നെ വെക്കണം. നിങ്ങൾക്ക് റോസിനുള്ളിൽ കൂടെ നോക്കിയാൽ കാണാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു ധാരണ. സോ ആ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം വരിക. കറക്റ്റ് ഇങ്ങനെ പുറത്തേക്ക് തെറിച്ച് വരണം. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ പ്ലാനിങ്. ഇങ്ങനെ കൊടുക്കി കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. എങ്ങനെ സെറ്റല്ലേ? കുഞ്ഞുവിൻ്റെ കണ്ണിട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷേ ഇവളെ കണ്ണിട്ട് ചെയ്യാൻ ഭയങ്കര സീനാണ്. കാരണം ഫുൾ ടൈം ഞാൻ ഇവളെ കൂടെ തന്നെയാണല്ലോ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് മാറി നിൽക്കുമ്പോൾ ഡൗട്ട് ഉണ്ട്. അപ്പം പറഞ്ഞത് ഷൂട്ടുണ്ട്, അപ്പോൾ ഞാൻ താഴത്തേക്ക് ഒരു പിങ്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്ത് അത് ഇട്ടോളം പറയും, ടോപ്പ് ഇട്ടു, അത് ഇട്ടോളം അപ്പം താഴോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റോസ് ആയിട്ട് പോകും. അപ്പോൾ അവൾ ആയിരിക്കും, ഓ എനിക്ക് സർപ്രൈസ്, എൻ്റെ ബേബി നല്ല ബേബിയാ, ക്യൂട്ട് ബേബി എന്നൊക്കെ പറയും. എന്നിട്ട് കൊടുക്കുമ്പോൾ നിൽക്കുമ്പോൾ ഇതെങ്ങാനും നിൽക്കുമ്പോൾ ചീറ്റിപ്പോയ സീനാണ് ഇത്. ആ റോസിൻ്റെ ഇലകളിലോ അവിടെ ഇവിടെയൊക്കെ തട്ടി എങ്ങാനും പോയാൽ നമ്മ ചമ്മി നാറും. ഓക്കെ, സോ ടഫ് റിസ്ക് പരിപാടിയാണ്. രസി ഇതല്ലേ, ഇതൊക്കെ അവൾ വിളിച്ചാട്ടാ. ഞാൻ ഈ ചെയ്യുന്നതിനിടയിൽ കൂടെ വിളിക്കും, സംസാരിക്കും, കട്ട് ചെയ്യാൻ. അപ്പം നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ഒരു അടി വാങ്ങി വരാം. ഓക്കെ ഓക്കെ, ലൈക്ക് ബേബി. ഉറപ്പല്ലേ? ആ, കാണരുതേ. കാണരുത്. ആ, ഞാൻ പറയുമ്പോ ക്യാമറ പിടിക്കണം കേട്ടമ്മ. ക്യാമറ പിടിക്കണേ. കാണില്ലേ? കുറച്ചടുത്തേക്ക് വന്നോ. കൊളാക്കരുത്, ഞാൻ ഇരിക്കും. കറക്റ്റ് കിട്ടണം. കണ്ണു തുറന്നോ, കുറച്ചടുത്തേക്ക് വന്നോ. എന്താണ് കുറച്ചടുത്തേക്ക്. ഇതെന്താ സംഭവിച്ചാൽ നമ്മള് വാലന്റൈൻസ് ഡേ അല്ലേ, അന്ന് ഇവൾക്ക് ഒരു റോസ് മാത്രമേ ഇപ്പൊ എനിക്ക് അവിടെ നിന്ന് കൊടുക്കാന്. അപ്പം ഞാൻ അന്ന് തരാം. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് റോസ് വേണം. അങ്ങനെ ഇത് ഏകദേശം 30 റോസ് ഉണ്ട്. 1000 റോസായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ നടന്നില്ല. പക്ഷെ 30 റോസിന്റെ സാധനം ഞാൻ കൊടുക്കുകയാണ്. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ലവ് യു, ഹാപ്പി മാരീഡ് ലൈഫ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? This is the best. എങ്ങനെയുണ്ടായിരുന്നു? ഞെട്ടില്ലേ?
അതുകൊണ്ട് നിങ്ങൾ അഭിനയിച്ച് കൊളാക്കിയില്ല അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പറ. നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു? എന്നേക്കാൾ കൂടുതൽ നഞ്ഞിട്ടുണ്ട് നീ. ഇല്ല, ഞാൻ എക്സ്പെക്ടഡ് ആയിരുന്നു നീ ഇത് ചെയ്യുന്നു, പക്ഷെ നീ ഒരിക്കലും 0% എക്സ്പെക്ടഡ് അല്ലേ? ഞാൻ കൊറേ കേട്ട് നീ എന്തൊക്കെ കുശുകുശൊന്നും ഇല്ല. അപ്പൊ സംഭവം അടിപൊളി, നമ്മളെ പ്ലാൻ സക്സസ് ആയി. അപ്പം അമ്മ പറഞ്ഞ് ഇത് വെച്ചിട്ട് കുഞ്ഞൂന് ഈ സെയിം സാധനം ചെയ്യണം. അപ്പോൾ കോളേജ് വിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യാം. അവൾ വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മൾ ഈ ട്രാപ്പിൽ അവൾ വെക്കും. ഓക്കെ, സോ അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു. ഇനി എൻ്റെ കഥ എന്താവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബൈ.